കേന്ദ്ര ജീവനക്കാരുടെ ശമ്പളം പരിഷ്കരിക്കാനുള്ള 8ാം ശമ്പള കമ്മീഷൻ രൂപീകരിക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. റെയിൽവേയും പ്രതിരോധവും ഉൾപ്പെടെ 50 ലക്ഷം കേന്ദ്ര ജീവനക്കാർക്കും 65 ലക്ഷം പെൻഷൻകാർക്കും പ്രയോജനം ലഭിക്കും. കമ്മീഷന്റെ അധ്യക്ഷനെയും 2 അംഗങ്ങളെയും ഉടൻ പ്രഖ്യാപിക്കുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 20 ദിവസം ബാക്കി നിൽക്കെയാണ് നിർണായക തീരുമാനം കേന്ദ്രം പ്രഖ്യാപിച്ചത്. കേന്ദ്ര ജീവനക്കാർ ഏറെയുള്ള ഡൽഹിയിൽ 4 ലക്ഷത്തോളം പേർക്ക് ഇതിന്റെ ഗുണം ലഭിക്കുമെന്നുണ്ടെങ്കിലും തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം കഴിഞ്ഞുള്ള ഈ നീക്കം കുറുക്കന്റെ കൗശലമെന്നാണ് ദേശീയ രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. സർക്കാരിന്റെ തീരുമാനമാണിത് എന്നിരിക്കെ മോദിയുടെ സൗജന്യമാണ് എന്നാണ് മോദി കിങ്കരന്മാർ വാഴ്ത്തുപാട്ടിലൂടെ പാടി നടക്കുന്നത്. രാജ്യം ഭരണപരമായി പ്രഖ്യാപിക്കുന്ന ജനങ്ങൾക്കായി നൽകുന്ന സേവനങ്ങളുടെ ക്രെഡിറ്റ് പിടിച്ചെടുക്കുന്ന അല്പത്തരത്തിന് മോഡി ഇഫക്റ്റ് എന്നൊക്കെ പറഞ്ഞാൽ ജനം അത് തള്ളുക തന്നെ ചെയ്യും. ഇതൊന്നും ഇലക്ഷൻ കമ്മീഷൻ കാണുന്നില്ലേ? അതോ മോദിയുടെ പാദസേവ ചെയ്യാൻ വേണ്ടി മാത്രമാണോ ആ കസേരയിൽ കയറിയിരിക്കുന്നത്? മോദിയുടെ ഭരണത്തിന് കീഴിൽ അധികാര കേന്ദ്രങ്ങളിലെ കസേരകളിലെ രൂപങ്ങൾ വേറെയാണെങ്കിലും മോദിയുടെ നിഴലുകൾ തന്നെയാണ് മോദിയുടെ ഇച്ഛകൾ നടപ്പിലാക്കുന്ന വെറും പാവകൾ.